അപ്പോൾ എല്ലാവരും പരസ്പരം ആ പെൺകുട്ടി എൻ്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവൾക്കും അവിടെ അനുരൂപപ്പെടാൻ എല്ലാവരുമായിട്ട് പരസ്പരം പരിചയപ്പെടാൻ ഞങ്ങളുടെ കൂടി സപ്പോർട്ട് ആവശ്യമാണെന്ന് അവർ മനസ്സിലാക്കണം. കാരണം അത്രയും ആളുകളുടെ ഇടയിൽ ഇവർ മാത്രമാണ് ഒറ്റയാൾ അല്ലേ? അതെ, അത്രയും പുതിയതായ ഒരു ഇടമാണ്. അതെ. അവളുടെ വീടെന്ന് പറയുന്നത് വളരെ അകലെയായിരിക്കാം. അതെ. എത്ര അകലെയായാലും അടുത്തായാൽ തന്നെയും അതെ. ഏറ്റവും പുതിയ ഒരു വീട്ടിലേക്ക് അവൾ കടന്നു വരുമ്പോൾ അവൾക്കതൊരു പുതിയ ഇടമാണ്, പൂർണ്ണമായും അപരിചിതമാണ്. അവിടെ അവൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷകൾ വെച്ച് തന്നെ സ്നേഹിക്കും, തന്നെ മനസ്സിലാക്കും, തന്നെ സുരക്ഷിതമാക്കുമെന്ന ഏക പ്രതീക്ഷ അവളുടെ ഉള്ളിലുള്ളത് തൻ്റെ ഭർത്താവിനെ പറ്റി മാത്രമാണ്. ആ സ്വപ്നത്തിൻ്റെ പിന്നാലെയാണ് ധൈര്യസമേതം അവൾ ആ വീട്ടിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ആ നിലയിൽ അവളെ കാണാനും കൂടി അവളുടെ ഭർത്താവ് തയ്യാറാകണം. അവളുടെ ചെറിയ ചെറിയ സങ്കടങ്ങളെ, ചെറിയ ചെറിയ പരിഭവങ്ങളെ, ചെറിയ ചെറിയ കൺസേൺസിനെ പരിഗണിക്കാൻ അയാൾക്ക് കഴിയണം. അവൾ ചെറിയ പരാതികൾ പറയുമ്പോൾ അതിനെ തള്ളിക്കളയുകയല്ല വേണ്ടുന്നത്. സാരമില്ല, നിനക്ക് ഞാനുണ്ട്, ഈ വീട്ടിൽ നിനക്ക് എല്ലാ നിലയിലും ഞാൻ സുരക്ഷിതമായൊരിടമാണ് എന്ന് അവൾക്ക് തോന്നിപ്പിക്കണം. അത് തോന്നിപ്പിക്കാൻ ഒരേ സമയം ആദ്യം മുൻകൈ എടുക്കേണ്ടുന്നത് അവളുടെ ഭർത്താവ് തന്നെയാണ്. രണ്ടാമത് ആ വീട്ടുകാരും കൂടിയാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ വീട് നിങ്ങൾക്ക് പരിചിതമാണ്, നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങളെല്ലാം നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. ആ പെൺകുട്ടിക്ക് അങ്ങനെയല്ല, അവൾക്ക് അപരിചിതമായൊരു വീടാണിത്. അവിടെ ആ പെൺകുട്ടിക്ക് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും മാനസികമായ വൈകാരികമായ സപ്പോർട്ടും കൊടുക്കേണ്ടുന്നവർ അവരാണ്. അത് അവരാണ് മനസ്സിലാക്കേണ്ടുന്നത്.